ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനും അമ്മയും പറ്റുന്ന വിധത്തിലൊക്കെ മുത്തശ്ശി തരുന്നുണ്ടാവുമല്ലേ? ഒന്നും ഉണ്ടാവില്ല. തീർത്ഥാടനത്തിന് ഞാൻ പോവാണെന്ന് എഴുതി വെച്ച എഴുത്ത് ഇപ്പൊ തന്നെ അവരുടെ കയ്യിൽ കിട്ടിക്കാണും. ശല്യം ഒഴിഞ്ഞല്ലോന്ന് കരുതുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താ, പ്രിയങ്ക മോള് ജീവിച്ചിരിക്കുന്നുണ്ട്, അവളെ കണ്ടെത്തണോന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി മോളെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നോട് ഒരു സ്നേഹവും ഇല്ല. അവര് സ്നേഹിച്ചിട്ടുള്ളതേ രാധികയെ മാത്രമാ. അല്ലായിരുന്നെങ്കിൽ നിന്റെ ചിതയുടെ ചൂടാറുന്നതിന് മുമ്പ് അവളുടെ കല്യാണം നടത്തി കൊടുക്കോ? അതും അത്രയും നാളും നിന്റെ ഭർത്താവായി ജീവിച്ചവന്റെ ഒപ്പം. അതിന് നിന്റെ അച്ഛനെ ആരും തടഞ്ഞില്ലല്ലോ. ആദർശം വിട്ട് ജീവിക്കുന്നവനല്ല ദേവനാരായണൻ തിരുമേനിയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർക്കൊക്കെ അവർക്ക് അതിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുത്തശ്ശി, ആ ആളുകൾ പറയുന്നത് സത്യ മോളെ. ഒരാള് കൺമുമ്പിൽ ഇല്ലാതാവുമ്പോ അയാളെ കുറിച്ചുള്ള മറ്റുള്ളവരെ ചിന്ത അറിയാൻ പറ്റും. നിന്നെ പ്രസവിച്ചവളുടെ കണ്ണിൽ നിന്നൊന്നും ആത്മാർത്ഥമായിട്ട് ഒരു തുള്ളി കണ്ണീര് വരുന്നത് പോലും ഞാൻ കണ്ടില്ല. അതിനുള്ളത് അനുഭവിച്ച് തീർക്കാതെ അവരാരും ഈ ഭൂമി വിട്ടു പോവില്ല മോളെ. ദേ മോളിത് പെട്ടെന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ദാ നാളെ രാവിലെ കോടതി പോവാനുള്ളതാ. നാളെ മുതൽ കുറെ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടും, അത് ഉറപ്പാ മോളെ. ഞാൻ തിരിച്ചെത്തിയത് ഇഷ്ടപ്പെടാതെ വീണ്ടും എന്നെ കൊല്ലാൻ പോവായിരിക്കും അല്ലേ മുത്തശ്ശി? അതിന് ധൈര്യമുള്ളവർ അത് ചെയ്യട്ടെ മോളെ. സുകുമാരിയുടെ തനി സ്വഭാവം എന്തെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ നാളെ കോടതിയിൽ പറയാനുള്ളതൊക്കെ മോള് പറയണം കേട്ടോ. അതെ മുത്തശ്ശി, നാളെ ഞാൻ കോടതിയിലെത്തുമ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം എല്ലാവരും അറിയും. രാധികയും അവളും വരുണും കൂടി വിവാഹം കഴിക്കാതെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്റെ അടുത്ത് വരും. എന്തിനാന്നറിയോ? വരുണിനോട് നല്ല രീതിയിൽ പെരുമാറാൻ, വരുണിനെ സ്നേഹിക്കാൻ, അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ. പക്ഷേ അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. ഞാൻ വരുണിനോട് അടുക്കാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും വരുൺ എന്നെ വെറുക്കും. ആ വെറുപ്പിലൂടെ വേണമായിരുന്നു അവൾക്ക് വരുണിനെ സ്വന്തമാക്കാൻ. അച്ഛനും അമ്മയും അവക്കൊരു ജീവിതം കൊടുത്തതല്ലേ. ഇത്രയും നാളും നമ്മുടെ വീട്ടിൽ നിന്നും വളർന്നവളല്ലേ. എന്നിട്ട് അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ? ഹെടി, ഒന്നും കാണാതെ അല്ല പണ്ട് മുതലേ അവളെ എതിർത്തോണ്ടിരുന്നത്. അവളെ പോലെ ഒരെണ്ണം മതി ഒരു കുടുംബം തകർന്നില്ലാതാകാൻ. നാളെ തീരുവല്ലോ എല്ലാം. നാളെ തന്നെ തീരുവല്ലോ അവളുടെ സുഖജീവിതവും.